ഇന്ന് ഇപ്പോൾ ഈ കലാസന്ധ്യ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആരും തന്നെ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കുകയില്ല. 100 വർഷങ്ങൾക്ക് ശേഷം അന്ന് സാങ്കേതിക വിദ്യ ഒരുപാട് വളരും. വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരും. അന്ന് നാസ സ്വർഗത്തിലേക്ക് പോകാനായി ഒരു പേടകം നിർമ്മിച്ചു. ഈര ഇടവകയിലെ 2ാം തലമുറയിൽപ്പെട്ട 2 പേർ അന്ന് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ട്രാവൽ വ്ളോഗേഴ്സ് ആയിരുന്നു. നാസ കണ്ടുപിടിച്ച സ്വർഗത്തിലേക്കുള്ള പെട്ടകത്തിൽ സ്വർഗം വ്ളോഗ് ചെയ്യാനായി അവരും യാത്രയായി. അന്ന് അവിടെ കണ്ട രസകരമായ സംഭവങ്ങളാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു സാമ്യവുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് തികച്ചും തമാശയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ സ്കിറ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സ്വർഗത്തിലെ കാഴ്ച. ഹലോ ഗായ്സ്, അങ്ങനെ ഞാനും വീട്ടിലും കൂടി സ്വർഗം കാണാൻ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. എന്താണ് സ്വർഗം? ജീസസ് ബ്രോയെ കാണണം, അതുപോലെ ശിഷ്യന്മാരെ കാണണം. പള്ളിയച്ചമാര് പറയുന്ന പോലെ ഇതൊക്കെ സത്യമാണെന്ന് ലോകത്തിന് നമ്മൾ കാട്ടിക്കൊടുക്കാൻ പോകണം ഗൈസ്. അതുകൊണ്ട് തന്നെ എന്റെ പൂർവികർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കാണുന്ന ആഗ്രഹമുണ്ട്, അവരെയും ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. സ്വഭാവം വെച്ച് അവര് നരകത്തിലാവാനാണ് സാധ്യത ഗൈസ്. എന്നാലും ഇത് അവന്റെ ഒരു പ്രതീക്ഷ അവനങ്ങ് പങ്കുവെച്ചതേ ഉള്ളൂ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. സ്വർഗത്തിലെ കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾ വീണ്ടും കാട്ടിത്തരുന്നതായിരിക്കും. ആപ്പോ ബൈ. അയ്യാ, സ്വർഗത്തിൽ വന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ആരും ഒരു മൂകത. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. സ്വർഗത്തിൽ ആരും ഇതുവരെ വന്നിട്ടില്ല എന്നാ തോന്നുന്നത്. എന്നാലും ഈരക്കാര് കുറച്ചുപേരെ സ്വർഗത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇതെന്താ നിന്റെ കയ്യിലൊരു സാധനം? അത് ഷേവിംഗ് ട്രിമ്മറാണ്. ഷേവിംഗ് ട്രിമ്മറോ? എന്തിനാ നീ സ്വർഗത്തിൽ വന്നിരുന്ന് ഷേവ് ചെയ്യാൻ പോവാണോ? തലമുറയായി കർത്താവിനെ നമ്മൾ കട്ട താടിയിലും മീശയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇന്ന് നമുക്ക് കർത്താവിനെ ഷേവ് ചെയ്ത് വേറൊരു ലുക്കിൽ കാണിക്കാം. അതാകുമ്പോ മേക്ക് ഓവർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നൊരു ടാഗ് ലൈനുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് കർത്താവിന് മാത്രമാക്കണ്ട, ശിഷ്യന്മാരെയൊക്കെ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് വേറൊരു ഗെറ്റപ്പിൽ എത്തിക്കാം. എടാ, ഈ തലയിലെ പാതി ഭാഗത്ത് മുടിയില്ലാത്തൊരു വിശുദ്ധനുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു പുള്ളിയുടെ പേര്? ആരാണ്? പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളനോ? അതാണ്. പുള്ളി കുറെ നാള് മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് പ്രശ്നമായിട്ട് നടക്കരുത്. പുള്ളിയെ മൊത്തത്തിൽ അങ്ങനെ മുട്ടയടിച്ച് കളയുന്നു. ആശയമേ, സ്വർഗമാണ്, തെരുവിളിക്കരുത്. അതല്ലടാ, മൈലാപ്പൂരിലെ രക്തസാക്ഷിയായ തോമസ് ലീഹിന്റെ കൂടെ ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് പറയാൻ വന്നതാ. എടാ, കരിപ്പ് ലുക്കിൽ ഒരാൾ കയറി വരുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ലേറ്റർ, ഇത് മീറ്റർ. നിങ്ങൾ? ഞാൻ പീറ്റർ. ഇവിടത്തെ കാര്യസ്ഥനാണോ? അല്ല മീറ്റർ ഏട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഡാടാ, ഞാൻ ആദ്യത്തെ മാർപ്പാപ്പയാ. കുറച്ച് വരുമാനമൊക്കെ ആവാം. സോറി ബ്രോ. അല്ല പിതാവേ, ഇവിടെ എന്താ ആള് അനക്കമൊന്നും ഇല്ലാത്തത്? അത് നിങ്ങൾ ഭൂമിയിൽ നിന്ന് വരുന്നവരല്ലേ. സ്വർഗവാസികളുടെ അനക്കവും പ്രാർത്ഥനയൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ കാണിച്ചു തരാൻ പറ്റും. അപ്പോ കർത്താവിനെ കാണാനും നിങ്ങൾ വിചാരിക്കണം അല്ലേ? തീർച്ചയായും വിചാരിക്കണം. അല്ല, ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നാണ് പണ്ട് സൺഡേ സ്കൂളിൽ റോസമ്മാൻറ്റി പഠിപ്പിച്ചത്. പക്ഷെ ഞങ്ങൾ വന്ന വഴിയിൽ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ. വഴിയൊക്കെ ഇടുങ്ങിയതായിരുന്നു. പിന്നെ സ്മാർട്ട് സ്വർഗം പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് വഴിയൊക്കെ കുറച്ച് വിശാലമാണ്. ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ ആണ്. അല്ല, എന്താ ഒരു കരച്ചിൽ കേൾക്കുന്നത്? ഈ മതിലിന്റെ അപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലം. അവിടുത്തെ ആൾക്കാർ കരയുന്ന ശബ്ദമാണ്. ഇടയ്ക്കിടെ മാതാവ് പോയി അവരെ ആശ്വസിപ്പിക്കും. അയ്യോ, അപ്പൊ ഇതൊക്കെ സത്യമായിരുന്നല്ലേ? പിന്നല്ലാണ്ട് ഭൂമിയിൽ കിടന്ന് ജീവിച്ച് സുഖിക്കുമ്പോ സ്വർഗമെന്നും നരകമെന്നും ശുദ്ധീകരണ സ്ഥലമെന്നൊക്കെ കേൾക്കുമ്പോ ഒറ്റ ഒരുത്തിനും മൈൻഡിയില്ല. മരിച്ചു കഴിയുമ്പോ ഇവിടെ വന്ന് അനുഭവിക്കും. ഉള്ള കാര്യം പറയാലോ, സീൻ കോൺട്രയാ. അല്ല, നിങ്ങൾ വന്നിട്ട് ആരെയും കാണണമെന്ന് പറഞ്ഞില്ലല്ലോ. ആരെയൊക്കെയാ നിങ്ങൾക്ക് കാണേണ്ടേ? ഞങ്ങൾക്ക് കുറച്ചധികം ആൾക്കാരെ കാണാനുണ്ട്. എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? അതിന്റെ സ്മാർട്ട് വാച്ചിലെ ഈശോ മെസ്സേജ് അയച്ചതാ. പുള്ളി എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ ഞങ്ങളോ? നിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഞാനൊരു കാര്യം ചെയ്യും, 2 പേര് ഇങ്ങോട്ട് വിടാം. അവരോട് പറഞ്ഞാൽ മതി, അവര് കാണിച്ചു തരും നിങ്ങൾക്ക് ആരെയെ കാണേണ്ടെന്ന് വെച്ചാൽ. ഓക്കെ മീറ്റർ. നിങ്ങളാണോ സ്വർഗം കാണാൻ ഭൂമിയിൽ നിന്ന് വന്ന ആൾക്കാര്? അതെ, നിങ്ങൾ? ഞാൻ റോക്കി, ഇതെന്റെ ഭാര്യ ടോക്കി. സ്വർഗത്തിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണോ? ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കിട്ടപ്പെടുമെന്നാണല്ലോ. നിങ്ങൾ ആരെയോ കാണണമെന്ന് പറഞ്ഞില്ലേ? ആരെയെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കാം. ഞങ്ങളുടെ നാട് ഈരയാണ്, ചങ്ങനാശ്ശേരിക്കടുത്ത്. ഞങ്ങൾ
ഞങ്ങളുടെ പൂർവികര് കുറച്ച് പേര് സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞു. അവരെ കണ്ടാ കൊള്ളാന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് വിളിച്ചു തന്ന വലിയ ഉപകാരം. പേരും വീട്ടുപേരും ഒന്ന് പറഞ്ഞാൽ ആളെ ഇവിടെ എത്തിച്ചേരാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അവരൊക്കെ സ്വർഗത്തിലുള്ളവരായിരിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നരകം എവിടെയാ? അയ്യോ, അത് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങ് ദൂരെ ഇരുട്ട് കണ്ടോ? അതാണ് നരകം. ഇരുട്ടാണോ? നരകത്തിൽ തീയാണെന്നാണല്ലോ സൺഡേ സ്കൂളിൽ ഷായിസാർ പഠിപ്പിച്ചത്. അപ്പൊ മൊത്തത്തിൽ വെട്ടമല്ലേ കാണേണ്ടത്? അതൊക്കെ നരകത്തിൽ കിടക്കുന്നവർക്കല്ലേ തീയും പുഴുവൊക്കെ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? എല്ലാവരും ദൈവാരാധനയിലാണ്. മൂത്രം ഒഴിക്കാനാണ് പറഞ്ഞ് മുങ്ങി നടക്കുന്ന രണ്ടുപേരുണ്ട്. അവരെ വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം. വിളിക്ക്, കാണട്ടെ. എടാ ചാക്കോച്ചാ, അന്തോണിച്ചാ, ഇങ്ങ് വാടാ. പൊക്കാനാണ് സാധ്യത. അതെ, പുള്ളി അറിയുന്നതിന് മുമ്പ് എനിക്ക് പ്ലെയർ ഹാളിൽ തിരിച്ചു കയറണം. നിങ്ങൾക്ക് ആരെയാ കാണണ്ടെന്ന് പറ. ബെന്നിച്ചൻ കിഴക്കേ കോണിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. വിളിച്ചാൽ വലിയ ഉപകാരം. പാലിന് വെള്ളം ചേർത്ത് പറ്റിക്കുന്ന പുള്ളിയൊന്നും സ്വർഗത്തിൽ വരാൻ ഒരു സാധ്യതയില്ല. ചേടാ, നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലോ. മതി നിന്റെ ഡയലോഗിനി. നമുക്ക് വന്ന പോലെ അങ്ങ് വഴക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്ന അടി നമുക്കൂടെ ഏറ്റെടുക്കേണ്ടി വരും. അതെ, അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. കിഴക്കേക്കോടി ബെന്നിച്ചാനെ വിളിച്ചാൽ ഒന്ന് കാണാമായിരുന്നു. അവര് പറഞ്ഞത് മുഴുവൻ കാര്യമാക്കണ്ടെന്നല്ല പറഞ്ഞത്, ചിലത് കാര്യമാക്കാം. കിഴക്കേ കോണി ബെന്നിച്ചു വരാൻ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ സോജൻ ഇടയ്ക്കാണ്. യുവദീപ്തിയുടെ ആനിമേറ്റർ ഒക്കെ ആയിരുന്നു ഉറപ്പായിട്ട് സ്വർഗത്തിൽ കാണും. സോജൻ ഇടയ്ക്കാണ് പോയിട്ട് സോജൻ എന്ന പേരുള്ള ആരും തന്നെ സ്വർഗത്തിലില്ല. വിഷമിക്കണ്ട, ചിലപ്പോ വെയിറ്റിംഗ് ലിസ്റ്റിൽ കാണും. ചേടാ, ഇതിപ്പോ നമ്മള് പ്രതീക്ഷിച്ച ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ. കപ്പിയാര് തങ്കച്ചായനുണ്ടോ എന്നൊന്ന് നോക്കാവോ? തങ്കച്ചായനില്ല, തങ്കച്ചേട്ടനുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരക്കര ചാച്ചപ്പനുണ്ടോ നോക്കിയേ. ഉറപ്പായിട്ട് സ്വർഗത്തിൽ കാണും. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സധൈര്യം യുദ്ധം ചെയ്തൊരു പട്ടാളക്കാരനാ പുള്ളി. പുള്ളി സ്വർഗത്തിലില്ല, പിന്നെ ആര് സ്വർഗത്തിൽ കയറാൻ? പറയുന്നൊന്നും തോന്നരുത്, ആ പേരും സ്വർഗത്തിലെ ലിസ്റ്റിലില്ല. എടാ, ഇനി അച്ചാച്ചന്മാരുടെ പേര് വിട്ടിട്ട് അമ്മച്ചമാരുടെ പേര് ചോദിക്കണം. അതെ, ഒരു മിനിറ്റ്. സ്വർഗത്തിൽ പൊതുവെ സ്ത്രീകളുടെ എണ്ണം കുറവാണ് കേട്ടോ. അതെന്താ, സ്വർഗത്തിലും വനിതാ സംവരണമാണോ? അതുകൊണ്ടല്ല, കുശുമുക്കുണ്ടായതിനെയൊക്കെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഇവരെയൊക്കെ ആര് സ്വർഗത്തിൽ കയറ്റാണ്? വെറുതെ അമ്മച്ചമാരുടെ പേര് ചോദിച്ച് നമ്മളെ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഉറപ്പായിട്ട് സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? ഏതാണ്ട് 100 വർഷം മുമ്പ് ഞങ്ങളുടെ ഇടവകയിൽ വികാരിയായിരുന്ന ഫാദർ ജിബിൻ കേഴപ്ലാക്കൻ. അച്ഛൻ എന്തായാലും സ്വർഗത്തിൽ കാണും. ഒന്ന് വിളിക്കും, കാണട്ടെ. ഓ ഭാഗ്യം. കണ്ട അച്ഛനുണ്ടാ. ചേച്ചി ഭാഗ്യം എന്ന് പറഞ്ഞില്ലേ? അതല്ല, ഭാഗ്യത്തിന് നിങ്ങളുടെ വികാരിയച്ഛനും സ്വർഗത്തിലെ ലിസ്റ്റിലില്ല എന്ന് പറയുന്നു. ഇവരാരും ഇല്ലെങ്കിൽ ഇനി കൈതാരക്കാരെ കുറിച്ചും കൊച്ചി പറമ്പുകാരെ കുറിച്ചും വെങ്ങാന്തരക്കാരെ കുറിച്ചും കോയിപ്പള്ളിക്കാരെ കുറിച്ചും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒറ്റയൊരുത്തരും സ്വർഗത്തിൽ കാണില്ല. ചുരുക്കി പറഞ്ഞാൽ ആമ്പൽ മുത്ത വേണ്ട, ഇത് സ്വർഗമാണ്. ഉണ്ണീശോയെന്ന് വിളിച്ചാടാ. അല്ല, ഈര ഇടവകയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് നോക്കി ഒന്ന് പറയാൻ പറ്റുമോ? ഈര ഇടവകയിൽ നിന്ന് ആരും സ്വർഗത്തിലില്ല. നിങ്ങളുടെ അയൽവക്കത്തെ പള്ളികളിൽ നിന്ന് കുറച്ചു പേരൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചു പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. അവരൊരു 1000 വർഷം കഴിയുമ്പോൾ സ്വർഗത്തിൽ കയറുമായിരിക്കും. 1000 വർഷമോ? അതെ, കർത്താവിന്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. കണക്കുകളൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലല്ലോ. കണക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം. കണക്ക് പ്രകാരം നിങ്ങൾക്ക് സ്വർഗം വ്ലോഗ് ചെയ്യേണ്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടുപേരും നാസ ഉണ്ടാക്കിയ പട്ടത്തിൽ കയറി പെട്ടെന്ന് ഭൂമിയിലേക്ക് വിട്ടോ. ഇവിടെ കണ്ട കാര്യങ്ങൾ അവിടെ പോയി പറയണം. നിന്റെ ഒന്നും പൂർവ്വീകർ ഇവിടെ ഇല്ലെന്നും മര്യാദക്കൊക്കെ ജീവിച്ച ഇങ്ങോട്ട് വരാമെന്നും പ്രത്യേകം പറയണം. അല്ലെങ്കിൽ തീ നരകത്തിൽ കിടന്ന് ഡിസ്കോ കളിക്കേണ്ടി വരും. അല്ല പീറ്റർ പിതാവേ, ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ അടിപൊളിയായിരിക്കില്ലേ? ഈരക്കാരും സ്വർഗത്തിലില്ല എന്നുള്ള നാണക്കേട് മാറ്റാൻ. അതെ, ഈ സ്വർഗത്തിൽ തന്നെ ഞങ്ങൾ കൂടിക്കോളാം. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പാതിരിച്ച് കിടന്നോളാം. അത് കൊള്ളാം. കൈ നനയാതെ മീൻ പിടിക്കുക നിന്റെയൊക്കെ നാട്ടുകാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മക്കള് പെട്ടെന്ന് ഭൂമിയിലേക്ക് പോ, എന്നിട്ട് മര്യാദക്ക് ജീവിക്കും. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് നീയൊക്കെ വരുവാണെങ്കിൽ നിനക്കൊക്കെ ഒരു മാസം ഞാൻ നിൽക്കും. ഇത്രയും ദൂരം വന്നിട്ട് കർത്താവിനെ വിശുദ്ധമായി കാണാതെ പോയി കഴിഞ്ഞാൽ അവര് പെടലില്ലേ? ഒന്ന് കാണിച്ചതാ പീറ്റർ പിതാവേ. മക്കളെ, കർത്താവിനെ വിശുദ്ധന്മാരെയൊക്കെ നേരിട്ട് കാണണമെങ്കിൽ ജീവിതം വിശുദ്ധിയോടെ ചെയ്തു തീർക്കണം. അല്ലാതെ നാസയുടെ പെട്ടകത്തിൽ കയറി ഇവിടെ എത്തിയ ഉടനെ കാണിച്ചു തരാൻ അവർ മ്യൂസിയത്തിൽ ഇരിക്കുന്ന പ്രതിഭകളൊന്നും അല്ല. എന്നാലും ഞങ്ങൾ ഇനി പോകുന്നില്ല. പ്ലീസ്,
നീയൊക്കെ ഇവിടെ കിടന്ന് വാശി പിടിച്ചാലേ ഞാൻ അമ്പൂനെയും ചിമ്പൂനെയും കൊണ്ട് വിളിക്കും കേട്ടോ. അതാരാ ഈ അമ്പുവും ചിമ്പുവും? പണ്ട് ആദ്യത്തെ ഈഴം തോട്ടത്തിന് ഇറക്കി വിട്ടില്ലേ, ആ കെരൂബുകളുടെ പേരാണ് അമ്പുവും ചിമ്പുവും. അത് വേണോ അത് മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നു? അയ്യോ വേണ്ടായി, ഞങ്ങൾ പോയിക്കോളാവേ. വീട്ടിൽ നിന്നും അടിച്ചിറക്കി, ഇനി സ്വർഗത്തിൽ നിന്നും അടിച്ചിറക്കി എന്നുള്ള പേര് ദോഷം കൂടി കേൾക്കാൻ വയ്യ. ലേറ്ററേ വാടാ പോകാം. എന്റെ ഈ കൂതാശ സ്വീകരിക്കുന്ന ആരെ സ്വർഗത്തിൽ പോകാണ്ടിരിക്കുന്നെ? നിങ്ങൾ ഇങ്ങനെ ഓരോ മണ്ട സ്വപ്നം കണ്ടോണ്ട് കിടക്കണം. സത്യമാവാനാ സാധ്യത. എന്റെ ഈ അന്ധവിശ്വാസം കൊണ്ട് കിടക്കുന്ന നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകത്തില്ല, ബാക്കി ഇടവകയിൽ എല്ലാവരും സ്വർഗത്തിൽ പോകും. ഓ പിന്നെ സ്വപ്നമൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ട് കാണാൻ പറ്റുമോ? മനുഷ്യന്റെ ഉറക്കവും പോയി. ഓസിന് സ്വർഗത്തിൽ പോകാമെന്ന് ഭൂമിയിലുള്ള ആരും വിചാരിക്കേണ്ട. നന്നായിട്ട് ജീവിച്ചാലല്ല, സഭയിൽ നന്നായിട്ട് ജീവിച്ചാൽ ഉറപ്പായും സ്വർഗത്തിൽ പോകും. ഇതൊരു സാങ്കല്പിക നാടകമായിരുന്നു. കളിയാക്കലുകളൊക്കെ അതിന്റെ തമാശ രീതിയിൽ എടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തിരുനാൾ ആശംസകൾ. നന്ദി.